ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ട് ഒരു 4-5 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുന്നേ എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. എനിക്ക് അക്കാഡമിക്കലി ഉള്ള പഠനത്തെക്കാളും കൂടുതൽ താല്പര്യം എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിക്കുന്നതായിരുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ നാട്ടിലത്തെ വീട്ടിൽ ഞാൻ ഇറങ്ങി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ആകാശം പരിപാടി ഇങ്ങനെ ഫുള്ള് ഗ്രീൻ പരിപാടി സാധനങ്ങൾ. അവിടുന്ന് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഭാഗം മതിലുകളും മറ്റേ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. സിനിമയിലെ ആൾക്കാരെ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ എൻ്റെ അകത്തുനിന്ന് എനിക്ക് അതിനെ ഞാൻ കാണുന്നത് വേറൊരു രീതിയിൽ ഉള്ള അവസ്ഥ. എൻ്റെ രീതിയിൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ അതെനിക്കൊരു ജോബ് മാത്രമേ. നമ്മൾ നോക്കുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് പെയ്ഡ്. നിങ്ങൾ ഇത്ര ദിവസത്തേക്കുള്ള കാര്യം നിങ്ങൾ ചോദിക്കുക, അതിടെ നിനക്ക് ഇത്ര ദിവസം പണിയുണ്ട്, സോ ഇത്ര അതിന് ടൈം വരെ ഉണ്ട്. രാവിലെ 6 മണി ടു നിനക്ക് രാവിലെ ചിലപ്പോൾ വൈകുന്നേരം 6 മണി വരെ അല്ലെങ്കിൽ 9 വരെ എന്നുള്ള ടൈം ഷെഡ്യൂൾ വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു ജോബല്ലേ. ഇതും പിന്നെ ഇപ്പുറത്തെ ആൾക്കാർ വന്നിട്ട് മറ്റേ അയ്യോ എൻ്റെ ജീവിതമാണ്, എൻ്റെ മറ്റേ അന്ത്യാഭിലാഷമാണെന്നൊക്കെ പറയണതിൽ എനിക്ക് യോജിപ്പില്ല. പബ്ലിക്കലി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് അത്രയും വൃത്തികേടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ നല്ല ഭാഗം കാണാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഔട്ടാണ് മുഖ്യം. അന്ന് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്ന ഔട്ട് അല്ലെങ്കിൽ അന്ന് എടുക്കണമെന്ന് പറഞ്ഞ് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ഔട്ട് അവിടെ എത്തിയിരിക്കും. ആ ഔട്ട് അവിടെ ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കവിടെ പൈസ കിട്ടാൻ വേണ്ടുന്നുണ്ട്. ഈസ് ഗെറ്റിംഗ് പെയ്ഡ് ദെയർ. പക്ഷെ ആൾക്ക് അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ആളുടെ ഈഗോ പരിപാടി സാധനങ്ങൾ മറ്റേതുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രി. ബ്രോ പ്രവീൺ ടി ജെ ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. പ്രവീൺ ടി ജെ എന്നുള്ള പേര് എല്ലാവർക്കും മനസ്സിലാവില്ല. രജിസ്റ്റർ ചെയ്ത 1-2 സിനിമകളിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. വിനായകന്റെ ചെറുപ്പം, പിന്നീട് ഇങ്ങനെ വന്ന അഞ്ചക്കൊക്കെ കൊള്ളാല്ലേ സ്റ്റൈലിഷ് വില്ലൻ അല്ലേ? സ്റ്റൈലിഷ് വില്ലന് ജീവിതത്തിൽ അത്ര സ്റ്റൈലിഷ് അല്ലാന്ന് തോന്നുന്നു. ഞാൻ വളരെ എന്താ പറയാ, അധികം വെളിയിലിറങ്ങാത്ത, ക്രൗഡിനോട് അത്ര താല്പര്യമില്ലാത്ത കൂട്ടത്തിൽപ്പെട്ട ചക്കരൻ. കൂട്ടത്തിൽപ്പെട്ട അതാണ് ഇന്റർവ്യൂകളിലൊന്നും കാണാത്തത് അല്ലേ? ഇല്ല. യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ഇന്റർവ്യൂ വളരെ കുറവാണ്. ആൾക്കാരോട് സംസാരിക്കാനും മടിയാണല്ലേ? എനിക്ക് ഞാൻ ഇതിന് മുന്നേ എന്താ പറയാ, ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ട് ഒരു 4-5 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുന്നേ എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ അങ്ങനെ സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്? ഞാൻ ഭയങ്കര വേഗതയിലാണ് സംസാരിക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പല വേർഡ്സ് കംപ്ലീറ്റ് ആയിരിക്കില്ല. ആ വാക്കുകളുടെ ഇങ്ങനെ ചില വേർഡ്സുകൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. പ്രവീണിന്റെ വീട് എവിടെയാ? ഞാൻ ശരിക്കും ജനിച്ചത് ഇടുക്കിയിലാണ്, പക്ഷെ വളർന്നു പോയത് എറണാകുളത്താണ്. അതെന്താ? എൻ്റെ അമ്മ വൈദ്യരായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഹോസ്പിറ്റലുണ്ടായിരുന്നു ഇവിടെ ആലുവയിൽ ആദ്യം. അപ്പോൾ അമ്മ അവിടുന്ന് ഇടുക്കിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ 2ാം ക്ലാസ് മുതൽ എറണാകുളത്ത് നിന്ന് പഠിച്ചത്. വൈദ്യരോ? എന്ത് വൈദ്യമാണ്? അമ്മ സിദ്ധ വൈദ്യമായിരുന്നു പഠിച്ചത്. സിദ്ധവൈദ്യം ഇപ്പോഴും ഉണ്ടോ? ഇപ്പോൾ ആള് മറ്റേ ശാരീരികമായിട്ട് വയ്യാത്തവരുടെ കൊണ്ട് ആള് റെസ്റ്റിംഗ് പരിപാടി അങ്ങനെയൊക്കെ. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഫാമിലി അച്ഛനമ്മ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി കല്യാണം കഴിഞ്ഞ കൊല്ലം. അപ്പോൾ അവര് വേറെ സ്പേസ്. അല്ല, ഇതുവരെയും പ്രവീണിന് ഒരിടത്തും കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് കുറച്ച് വീടാണ് നമ്മുടെ ഫാമിലി സിറ്റുവേഷൻസ് ഒക്കെ. അപ്പോൾ ഞങ്ങള് എൻ്റെ അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആയിരുന്നു. മീൻസ് അവർ മറ്റേ ലീഗലി സെപ്പറേറ്റഡ് ആയിരുന്നില്ല. പക്ഷേ എന്നിട്ട് എൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ ഇതിൽ ഇവർ സെപ്പറേറ്റഡ് ആയിരുന്നു. ദെൻ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ പിന്നെ ഒരുമിച്ചിരുന്ന് കാണുന്നത്. ചെറുതിലെ കണ്ടിട്ടില്ല. ചെറുതിൽ ഒരു 2 തവണ കണ്ടിട്ടുണ്ട്. അച്ഛൻ വന്ന് കാണാൻ വേണ്ടി വന്നൊരു തവണ. പിന്നെ അതല്ലാണ്ട് നമ്മൾ നാട്ടിൽ പോയ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 10-12 കൊല്ലത്തെ ഗ്യാപ്പുണ്ട് ഞാനും അച്ഛനും നാടും തമ്മിലൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ ഒന്നുമില്ല, വെളിയിലാണ് താമസിക്കുന്നത്. അത് ഞാനിത് കണ്ടിട്ടില്ല, എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഓർത്തത് ശരിക്കും തിരുവനന്തപുരംകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പ്രവീണിന്റെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പം എന്നോട് സംസാരിക്കുമ്പോൾ പോലും ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്ക് 26. 26ന്റെ അല്ല, ഒരു ഇരുത്തം വന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ. ഇപ്പം ഞാൻ എൻ്റെ ആങ്കറിങ് അല്ലാത്ത, ഞാനിപ്പോൾ നമ്മൾ തമ്മിലൊരു വ്യക്തിയല്ലാതെ എനിക്ക് നോർമലി ഞാനൊരു പേഴ്സൺ ആകാൻ പറഞ്ഞാൽ എനിക്കൊരു 20-22 വയസ്സുള്ളവരുടെ സംസാരത്തിൽ ഞാൻ സംസാരിക്കുള്ളൂ. അതായത് ഭയങ്കര കളിച്ച് ചിരിച്ച്, ഒട്ടും സീരിയസ് അല്ല ഞാൻ. പക്ഷെ പ്രവീൺ എപ്പോഴും ഭയങ്കര ഒരു ലെവല് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് തനിയെ ഉണ്ടായി വന്നേക്കുന്ന പരിപാടിയായിരുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിലായിരുന്നെങ്കിൽ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ടീച്ചർമാരാണെങ്കിൽ അവരുടെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വത എന്നുള്ള പരിപാടി സാധനം ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ സ്കൂളിലായിരുന്ന സമയത്താണെങ്കിലും ബാക്കി പിള്ളേരെക്കാളും കുറച്ചും കൂടി ബേസിക്കലി ഞാൻ ഭയങ്കര പൊട്ടച്ചക്കനായിരുന്നെങ്കിലും
അത് കാണിക്കാതിരിക്കാൻ മെയിൻറ്റെയിൻ ചെയ്തോ? അതിൻ്റെ അല്ലാതെ ഇപ്പുറത്തെ ഒരു ഏരിയയിൽ ഞാൻ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള പരിപാടി സാധനങ്ങൾ ഇപ്പോൾ ഞാൻ സ്കൂളിൽ എനിക്ക് അക്കാഡമിക്കലി ഉള്ള പഠനത്തെക്കാളും കൂടുതൽ താല്പര്യം എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിക്കുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടീച്ചർമാരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസം പരിപാടികളുണ്ടായിരുന്നു. ഇപ്പോൾ ആ ടൈമിൽ നമ്മളിപ്പോൾ ഫിസിക്സിൽ പഠിക്കുന്ന സാധനമാണെങ്കിലും ശരി, ഇതായെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന രീതി തന്നെയൊക്കെ വേറെ ആയിരുന്നു. ഒരുപാട് വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വായന നിർത്തിയതാണ്. എൻ്റെ വായന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും എനിക്ക് ജനറൽ നോളജ് പരിപാടിയിലേക്ക് ഭയങ്കര ക്രേസാണ്. ഞാൻ സ്കൂൾ ടൈമിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ക്വിസ് കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ പോകുമായിരുന്നു. സോ അതിൽ കുറച്ചധികം കാലം നല്ല ലെവലിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാലരമ ബാലഭൂമി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ മേടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ എല്ലാ പേജിൻ്റെ അടിയിൽ ഇവരിങ്ങനെ ഓരോ ജനറൽ നോളജ് പരിപാടിയുടെ സാധനം ഉണ്ടാവും. സോ ഇത് വായിക്കലാണ് എൻ്റെ മേജർ പരിപാടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നായിരുന്നു കൂടുതൽ ഇതുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംസാരിക്കാതൊക്കെ ഇരുന്നതിന് ശേഷം വെളിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് ആൾക്കാരുടെ അടുത്ത് പോയി ആൾക്കാരെ കണ്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കൂടുതൽ നമ്മൾ ഈ അറിയാവുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇവൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് മറ്റേ മെച്യൂരിറ്റി ഉണ്ടാകുന്നുള്ള സാധനം. ഈ നമ്മളിപ്പോൾ പൊതുവേ പറയും ഒരുമാതിരി അവൻ ഭയങ്കര ബുജിയാണ്, അതായത് ഭയങ്കര അങ്ങനെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ അതോ ഇങ്ങനെയൊക്കെ പഠിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നായി പോയത്? ഇപ്പം ഓൾറെഡി ടീച്ചറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടീച്ചർ തന്നെ പറയൂന്ന് പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക്കലി വന്നാണോ? അതാണ് ഞാൻ ചോദിച്ചത്. ഓട്ടോമാറ്റിക്കലി ആയിരുന്നു. ഞാൻ അത് മറ്റേ എന്താ പറയുക സ്പെഷ്യലായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്നുള്ള ഒരു പ്ലാനിങ് പരിപാടിയൊന്നും ഉണ്ടായിരുന്നു. ഉൾവലിഞ്ഞതാണ് ഇതിനൊക്കെ കാരണം. ഈ സഭാകമ്പം എന്നൊക്കെ പറയും, ഉൾവലിയുക. എനിക്ക് ആഗ്രഹമുള്ള ഒരു രീതിയുണ്ട് ഞാൻ നടക്കുന്നത്. അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് 2-3 പേര്. അവരുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ അങ്ങനെ ആവുകയുള്ളൂ. അവരുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ ആകാൻ പറ്റുള്ളൂ. ആ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഏജിൻ്റെ പരിപാടി ഞാൻ കാണിക്കുകയുള്ളൂ. സോ ഇപ്പോൾ എനിക്ക് ഇവന്മാർക്ക് സൗകര്യം കൊടുക്കൂലായിരുന്നു. ഞാൻ ഈ ഇരിക്കുന്ന പോലെയല്ല, നേരെ മറ്റൊരു അംഗനവാടി ചെക്കൻ്റെ സ്വഭാവത്തിലോട്ട് വരും. എന്നെ മറ്റേ പിടിച്ച് റോട്ടിലേക്ക് പോകുന്നതിൻ്റെ പിടിച്ചിങ്ങനെ നടത്തിക്കണം, ആ രീതിയിലേക്ക് എൻ്റെ സ്വഭാവം മാറുന്ന ഒരു പേര്. പക്ഷെ അത് അവൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, അവരുടെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നു. അതിലല്ലാണ്ട് ഞാൻ പിന്നെ ഈ വെളിയിലേക്ക് പോകുമ്പോൾ ഈ NCC പരിപാടി സാധനത്തിലൊക്കെ കുറച്ച് കാലം നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കാലം ഞാൻ എൻ്റെ സ്കൂളിൽ വേണ്ടിയിട്ട് NCC ചെയ്തിട്ടുണ്ട്. പിന്നെ മഹാരാജ് കോളേജിൽ നമ്മളൊരു കുറച്ച് നാളത്തേക്ക് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ആ ഒരു രീതിയിലത്തെ NCC ചെറുതിലേ ഉണ്ടായിരുന്നോ? 8ാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നോ? 7ാം ക്ലാസ് മുതൽ. 7ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മുതൽ അതും ഇതിന്റെ ഒരു ഭാഗമാണ്. ഈ സ്വഭാവ രൂപീകരണത്തിന്റെ മറ്റൊരു നമ്മളുടെ ഒരു ബോഡീന്റെ ഒരു ഇതുണ്ടല്ലോ, അതായത് ആറ്റിറ്റ്യൂഡ്, അതെങ്ങനെ നമ്മൾ ബോഡി നിൽക്കണം, നമ്മളെങ്ങനെ നടക്കണം, അതൊരു ആ സമയത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഞാൻ ഏറ്റവും ചിന്തിക്കുമ്പോൾ ഇടുക്കി താമസിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ സ്കൂളിലേക്ക് എൻ്റെ വീട്ടിലിരിക്കുന്നത് ഒരു മലയുണ്ട്. ആ മല അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സിറ്റിയിലെത്തിയിട്ട് പിന്നെ കുറച്ചും കൂടി നടക്കുമ്പോൾ പകുതി ഒരു ചെറിയൊരു കുന്നിൻ്റെ വരെ എൻ്റെ സ്കൂളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കുറേ സാധനങ്ങളുണ്ട്. എവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ അപ്പോൾ നമുക്ക് കുറേ കാപ്പിയുണ്ട്, മറ്റേ താഴെ കണ്ടത്തിൻ്റെ അവിടെ പോകണമെങ്കിൽ കുറേ പരിപാടി സാധനങ്ങൾ. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ താഴെ പറയും ഇത് പോകുന്നു, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോയിട്ട് എൻ്റെ ഒരു റുട്ടീൻ ഉണ്ട്, നേരെ താഴെ പോയി കണ്ടത്തിൽ പോയിട്ട് നമുക്ക് ഉള്ളിൽ റോസ് കളർ ഉണ്ടാകുന്ന പേരുണ്ടായിരുന്നു. സോ അത് ഭയങ്കര ടേസ്റ്റ് ചെയ്യാമല്ലോ. സോ അത് പോയി അവിടെ നിന്ന് പോയി എന്നിട്ട് നേരെ വന്നിട്ട് ഇങ്ങനെ കാപ്പികളുടെ സ്ട്രക്ചർ ധരിച്ചില്ല. അപ്പോൾ അതിലൊരു കാപ്പി ഉണ്ട് എൻ്റെ അവിടെ. അതിലിങ്ങനെ ഒരു സോഫ പോലത്തെ രീതിയിൽ ഇങ്ങനെ 3 കമ്പുകൾ ഇങ്ങനെ ഭയങ്കര രസമായിട്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കിടക്കൊക്കെ ചെയ്യാം. സോ അങ്ങനത്തെ ഒരു ജീവിതമൊക്കെയാണ്. അവിടെ നിന്നാണ് അമ്മ എന്നെ എടുത്തുകൊണ്ട് എറണാകുളത്തേക്ക് കൊണ്ടുവന്നത്. സോ എറണാകുളത്ത് വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈവൻ ഭിക്ഷക്കാരെ തന്നെ കാണുന്നത്. അതിന് മുന്നേ എനിക്ക് വെറും കഥകൾ മാത്രമായിരുന്നു. ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ല എന്താണ് സാധനം എന്നൊക്കെയുള്ള സാധനം. സോ അവിടെ നിന്ന് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ സമയത്താണ് ഫുള്ള് ഒച്ചപ്പാട്, ഹോണുകൾ പരിപാടി. എനിക്ക് ആദ്യത്തെ കുറേ കാര്യം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. ഈ മതിലുകൾ കാണുന്ന അതൊക്കെ നമുക്ക് ശീലമില്ല. നമുക്ക് ഞാൻ ഇപ്പം എൻ്റെ നാട്ടിലത്തെ വീട്ടിൽ ഞാൻ ഇറങ്ങി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ആകാശം പരിപാടി ഇങ്ങനെ ഫുള്ള് ഗ്രീൻ പരിപാടി സാധനങ്ങൾ. അവിടുന്ന് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഭാഗം മതിലുകളും മറ്റേ സാധനങ്ങൾ മാത്രമൊക്കെ ഉണ്ടാവും. പിന്നെ ഫുള്ള് ഹോണടി പരിപാടി സാധനം. ഞാൻ വന്ന സമയത്ത് ആലുവയിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ആലുവ ആ ടൈമിൽ കുറച്ചും കൂടി വലുതായിരുന്നു, ബാക്കി ഏരിയകളിലെ പോലെക്കാളും കുറച്ചും കൂടി
ക്രൗഡഡ് പരിപാടി സാധനങ്ങൾ അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് ലൈക്ക് വേറൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയ ചെക്കനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഭിക്ഷക്കാരനായിരുന്നു അവൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എൻ്റെ ഏജ് എന്നെക്കാളും ചെറിയ കൊച്ച് ഭിക്ഷ എടുക്കുന്ന പരിപാടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന വഴിക്കാണ് ഞാൻ കാണുന്നത്. നമ്മൾ നടന്ന് കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ അതെനിക്ക് ഹിറ്റ് ചെയ്തായിരുന്നു ആ ടൈമിൽ. അത് ഹിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്നൊക്കെ എന്തൊരു സാധനമൊക്കെ ഇങ്ങനെ കയറി വന്ന് ദെൻ ആഫ്റ്റർ എ പോയിന്റ് ഇത് പിന്നെ കുറച്ച് കാലത്തേക്ക് എനിക്ക് ഇങ്ങനെയായിരുന്നു. ഇതേപോലത്തെ എല്ലാ പരിപാടികളും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുക, ഇത് എന്താണ് ഒരാൾക്കാരുടെ അവസ്ഥ കാണുമ്പോഴുള്ള മറ്റേ വിഷമം പരിപാടി സാധനം. അത് കഴിഞ്ഞ് ഏത് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് 8th-ലോ 9th-ലോ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ മുതൽ ലൈക്ക് ഞാൻ ഫ്ലിപ്പായി. ലൈക്ക് എനിക്ക് കണ്ടു കഴിയുമ്പോൾ പ്രശ്നമൊന്നുമില്ല, വേണമെങ്കിൽ എനിക്ക് അവരുടെ മുമ്പിൽ പോയിട്ട് വേണമെങ്കിൽ ഞാൻ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എനിക്ക് ചിരിക്കുക, അവരൊക്കെ ലൈക്ക് ആ ഒരു മൈൻഡിലേക്ക് എത്തി. പക്ഷെ ആ മൈൻഡിലേക്ക് എങ്ങനെ മാറിയെന്നുള്ളവരെ എനിക്കറിയില്ല. ബട്ട് യു ഗെറ്റ് ടു ദാറ്റ് പോയിന്റ്, എങ്ങനെ സംഭവം യു അവിടെ എൻ്റെ പായി പോകുന്നത്. സോ മേ ബി അതായിരിക്കും ഞാൻ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നതിൻ്റെ രീതിയൊക്കെ അല്ല ഇതിന് വന്നേക്കുന്നതിനുള്ള. ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ സംസാരം ഭയങ്കര സ്പീഡാണ്, അത് ചിലവർക്കത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ഒരു ഇത് മനസ്സിലാവില്ലെന്ന്. അതുപോലെ തന്നെയാണ് പറയേണ്ട കാര്യങ്ങൾ മാത്രം അളന്ന് തൂക്കി തന്നെയാണ് പ്രവീൺ ഇപ്പോഴും സംസാരിക്കുന്നത്. മനസ്സിലായത്? ഞാൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഒരു അതിനെ അപ്പുറത്തൂടെ വളച്ച് കെട്ടി ഇപ്പുറത്തെ പറമ്പിലാണ് കൊണ്ടുവരുന്നത്. പ്രവീൺ അതല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് അതിൽ പറയേണ്ട ഒരു ഇതുണ്ട്. ആ മീറ്റർ വെച്ച് കട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ ഞാനത് കേട്ടിരുന്നു, അതായത് NCC-ലായിരുന്നതിൻ്റെ ഒരു ഇതും കൊണ്ടാണ് ആദ്യമായിട്ട് സിനിമയിൽ അല്ലേ, ഇയോബിന്റെ പുസ്തകത്തിനകത്ത് ജസ്റ്റ് ഒരു സീനിലേക്ക്. അപ്പോൾ ഒക്കെ സിനിമ അല്ലെങ്കിൽ ഇപ്പൊ ഈ എറണാകുളം എന്ന് പറയുന്നത് സിനിമയുടെ ഒരു അന്നും ശരി ഇന്നും ശരി സിനിമയുടെ ഒരു മേഖല തന്നെയാണ്. അപ്പൊ സിനിമയിൽ എത്തിപ്പെടാനോ അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ NCC-കാരെ റിക്രൂട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങൾ, സിനിമയിലേക്ക് പോകണം അല്ലെങ്കിൽ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ? എനിക്ക് കമ്പട്ടിപ്പാളത്തിൽ ഒരു സെഷൻ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞ ആ സിനിമ ഇങ്ങനെ പടം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുള്ളൂ. സോ അതിൽ ഇപ്പോൾ അമ്മയ്ക്ക് ആദ്യമൊക്കെ പോയി ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അത് ഇയോബിന്റെ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞിട്ടല്ലേ കമ്മട്ടിപ്പാടത്തിലേക്ക് വരുന്നത്? ഇയോബിന്റെ പുസ്തകത്തിൽ നിന്ന് എങ്ങനെയാണ് കമ്മട്ടിപ്പാടത്തിലേക്ക് ആരാണ് റെഫർ ചെയ്ത്, ആരാണ് സജസ്റ്റ്? അല്ല, ഇത് ഇയോബിന്റെ പുസ്തകം പോലെ തന്നെ അതിനേക്കാളും വലിയ ആക്സിഡന്റ് ആണ് ഈ പടം കമ്മട്ടിപ്പാടം. അത് തന്നെ കണ്ടു. ഞാൻ ഡ്യൂട്ടിക്ക് പോയേക്കുമായിരുന്നു. മറ്റേ കേരളമാണോ അതോ എറണാകുളത്തിന്റെ കലോത്സവമാണെന്ന് അറിയില്ല. സേക്രഡ് ഹാർട്ടിൽ ഒക്കെ ഇത് നടക്കുമായിരുന്നു, കലോത്സവം നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ, സുജിത്തേട്ടൻ, പിന്നെ അഞ്ചു മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. ഇവർ 3 പേരോട് വന്ന് കണ്ട് ഫോട്ടോ എടുത്തോട്ടേയും ചോദിച്ചു. ഫോട്ടോ എടുത്തു, നമ്പർ വാങ്ങിച്ചു പോയി. അങ്ങനെയാണ് ഞാൻ കമ്പട്ടിപ്പാളത്തിലെത്തുന്നത്. അല്ലാണ്ട് ഇതിന് മുന്നേ വേറെ ലൈക്ക് അതിൽ നിന്ന് ഇയോബിന്റെ പുസ്തകത്തിൽ നിന്നോട്ടേക്ക് ഒരു കണക്ഷനോ സാധനങ്ങളോ ഒന്നുമില്ല, എല്ലാം ആക്സിഡന്റിലാണ്. അതാണല്ലേ ഒരിക്കലും പറഞ്ഞത്, ഈ ഇയോബിന്റെ പുസ്തകത്തിനകത്ത് അഭിനയിക്കാൻ പോയിട്ട് തിരിച്ച് വണ്ടിയിൽ വരുമ്പോൾ ഒരാൾ സംസാരിച്ചിരുന്നു. അതിന്റെ കോർ മാത്രമാണ് താങ്കൾ പറഞ്ഞത്. അതായത് സിനിമ നമ്മളെ എന്താ പറയാ, സിനിമയ്ക്ക് വേണമെങ്കിൽ നമ്മളെ തേടിയെത്തും, നമ്മൾ സിനിമയുടെ പുറകെ നടക്കണ്ട എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഒരു ആഗ്രഹം ഇല്ലാണ്ട് നേരെ സിനിമയിലേക്ക് വന്നു, മറ്റേ കുറെ ആളുകൾ ആഗ്രഹിച്ചു വരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ വന്നു ചേർന്നത് നന്നാക്കി എടുക്കണം എന്നാണോ, അത് വന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിൽക്കണം എന്നാണോ? ഇപ്പൊ ഞാൻ എത്തിയേക്കുന്നത് ലൈക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഇതിൻ്റെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ സിനിമ അധികം കാണുന്ന കൂട്ടത്തിലുള്ള ആളല്ല. സിനിമയിലെ ആൾക്കാരെ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ലൈക്ക് അതിനെ ഞാൻ കാണുന്നത് വേറൊരു രീതിയിൽ ഉള്ള അവസ്ഥ. എൻ്റെ രീതിയിൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ അതെനിക്കൊരു ജോബ് മാത്രമേ, എനിക്ക് അവിടെ പൈസ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു ജോബ് മാത്രമേ എനിക്കിതുള്ളൂ. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ആക്ടിങ്, എൻ്റെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പാഷൻ പരിപാടി സാധനം. സെയിം ഡയലോഗ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, വിനായകൻ ചേട്ടൻ ഇതേ സാധനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഡിറ്റോ ആണെന്നല്ല, എനിക്കത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നല്ല, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതെന്റെ ജോലിയാണ്, ഞാനവിടെ നന്നായിട്ട് ചെയ്യും. അത് അത്രയല്ലേ ഉള്ളൂ. നമ്മൾ നോക്കുവാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് പെയ്ഡ്. നിങ്ങൾ ഇത്ര ദിവസത്തേക്കുള്ള കാര്യം നിങ്ങൾ ചോദിക്കുക, അവിടെ നിനക്ക് ഇത്ര ദിവസം പണിയുണ്ട്, സോ അതിന് ടൈം വരെ ഉണ്ട്. രാവിലെ 6 മണി ടു നിനക്ക് രാവിലെ ചിലപ്പോൾ വൈകുന്നേരം 6 മണി വരെ അല്ലെങ്കിൽ 9 വരെ എന്നുള്ള ടൈം ഷെഡ്യൂൾ വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു ജോബല്ലേ. ഇതും പിന്നെ ഇപ്പുറത്തെ ആൾക്കാർ വന്നിട്ട് മറ്റേ അയ്യോ എൻ്റെ ജീവിതമാണ്, എൻ്റെ മറ്റേ അന്ത്യാഭിലാഷമാണെന്നൊക്കെ പറയണതിൽ എനിക്ക് യോജിപ്പില്ല. ലൈക്ക് എന്തിനാണ് അങ്ങനെ കാണുന്നത്? അങ്ങനെ കാണുന്നത് കൊണ്ടിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്ന പരിപാടികൾ നമ്മളിപ്പോൾ ഇനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ രീതിയിൽ ആൾക്കാർ മാനിപ്പുലേറ്റഡ് ആവാനും മറ്റേ കാര്യത്തിന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ പീപ്പിൾ ലൈക്ക്
ഇങ്ങനത്തെ എന്താ പറയുക അവരുടെ എനിക്ക് ആ ഒരു ഐഡിയ തന്നെ മനസ്സിലാവാറില്ല ഇവരുടെ ഈ ടോട്ടലി ഇവർ കാണിക്കുന്ന ആ ഒരു പരിപാടി. സോ കുറേ ചേട്ടന്മാർ ഏറ്റവും കൂടുതൽ കുറേ മറ്റേ ഈ ലൈക്ക് ഒരു ഇപ്പോഴത്തെ എൻ്റെ ഏജിലൊക്കെയുള്ള കുറേ ചേട്ടന്മാർ ഇവർ കടന്ന് ഓടുന്ന ഓട്ടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇവർ പോയിട്ട് ചെയ്യുന്ന അതിനേക്കാളും ചില സ്റ്റോറീസൊക്കെ കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലൈക്ക് പബ്ലിക്കലി നമുക്ക് പറയാൻ പറ്റില്ല ബ്രോ. ലൈക്ക് അത് അത്രയും വൃത്തികേടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരെ പറയുന്നത് ലൈക്ക് ഇവരെ പറയണല്ല ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ അപ്പുറത്തെ ലൈക്ക് വുമൺ സൈഡ് അല്ല ഞാൻ പറയണേ. ഞാൻ ഇവിടുത്തെ മറ്റേ ഈ പറയുന്ന മറ്റേ ബോയ്സ് ആയിട്ടുള്ള ചെക്കന്മാര് വേണ്ടി അവർക്ക് സിനിമയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൊടുത്തേക്കണ കാര്യങ്ങൾ കേട്ടോ. ലൈക്ക് അവര് തന്നെ ലൈക്ക് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്തു കൊടുത്തേക്കുന്നതൊക്കെ സ്റ്റോറീസ് കേട്ട സമയത്ത് ലൈക്ക് നമുക്കത് നമുക്കിതിനെ മറ്റേ എന്താ പറയാ ഇതിൻ്റെ പ്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റേ നല്ല ഭാഗം കാണാൻ പറ്റില്ല. എനിക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് ഞാൻ അങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ അതിലേക്കൊന്ന് വരാം. ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയാം, നമുക്ക് 2 ഉദാഹരണങ്ങൾ പറയാം. വിജയ് സേതുപതിയും ജോജു ജോർജും ഇവർ രണ്ടുപേരും സിനിമയിൽ സൈഡ് റോളിൽ നിന്നിട്ടാണ് അവരവരുടെ ഇപ്പൊ ഒരു പ്ലേസ് ഉണ്ടാക്കിയേക്കുന്നത്. അതായത് അവർക്ക് ആ സിനിമയോട് അത്രയും പാഷനും അത്രയും താല്പര്യവും അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് അതായത് ജോജു ഏതൊരു സിനിമയിൽ അത് പറയുന്ന ഒരു ഇന്റർവ്യൂല് ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ലീഡ് റോളിൽ വന്ന പറഞ്ഞു പല സിനിമകളിലും പാസിംഗ് ഷോട്ടിൽ പോയിട്ടുണ്ട്. ആ സിനിമ കാണാൻ ചെന്നിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ സ്വന്തം തല കണ്ടുപിടിക്കാൻ പാടുപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായി? അതായത് ഇങ്ങനെ പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് പിന്നെ ഇത് വേറെ എന്താണ് ഒരു മാർഗം? ഇപ്പൊ പറഞ്ഞല്ലോ ഇങ്ങനെ നമുക്കതിൽ ഇതാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ എന്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഞാൻ വളർന്നേക്കുന്ന രീതിയിൽ അതും കൊണ്ടുള്ള സാധനത്തില്ല. പക്ഷെ അപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലൈക്ക് ഞാൻ അതിനെ അല്ലെങ്കിൽ അവരുടെ മറ്റേ പാഷൻ അല്ലെങ്കിൽ അവരുടെ സാധനത്തിനെ ഞാൻ എതിർക്കുന്നു അല്ലെങ്കിൽ ലൈക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഞാൻ അതിനെ കാണുന്നുണ്ട്, ബട്ട് എനിക്ക് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. സോ ലൈക്ക് ഈവൻ ഇഫ് ജോജു ചേട്ടനും അവർ രണ്ടുപേരുടെ ഇത് ലൈക്ക് നമ്മൾ ആ ജേണി കണ്ടിട്ടുള്ളതാണ്. ഈ ജേണി നമ്മൾ കാണാതിരുന്നിട്ടൊന്നുമില്ല. എനിക്ക് അതിനോട് ഭയങ്കര റെസ്പെക്റ്റും പരിപാടി സാധനം തോന്നുള്ളൂ. എവിടെ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു ഇവരോട് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിനാണ് നമുക്ക് ആ റെസ്പെക്റ്റ് അത് എവിടെയും കിട്ടുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ലൈക്ക് അവർക്കുണ്ടായിരുന്ന കോണ്ടാക്ട് പരിപാടി സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടികൾ സാധനങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ചെയ്യാതിരുന്നിട്ടല്ല അവരോട് അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇപ്പോഴത്തെ ഈ ഏജിലുള്ളവര് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആണുങ്ങൾ നടത്തുന്ന വിട്ടുവീഴ്ചകൾ, അവര് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. ഈ കേൾക്കുക എന്ന് പറയുന്നത് താങ്കൾ മറ്റൊരാൾ പറഞ്ഞല്ലേ അറിയുന്നത്. ഈ മറ്റൊരാൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പൊലിപ്പിച്ച് പറയുന്നവരായിരിക്കില്ലേ? പൊലിപ്പിച്ച് പറയുന്നവരായിരിക്കാം. പക്ഷെ നമുക്ക് വേറൊരു സ്റ്റോറി ഉണ്ട്. അത് പറയുന്നത് ആ അനുഭവിച്ച ആൾ തന്നെയാണെങ്കിലും അവിടെ ഡിഫറൻസ് ഉണ്ട്. അനുഭവിച്ചവൻ പറയുന്നതും അനുഭവിക്കാത്തവൻ കേട്ടിട്ട് പറയുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു തരുന്ന സമയത്ത് ആ ഡയറക്ടർ ലൈക്ക് അവനാണത് എഴുതിയതെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹമാണത് എഴുതിയതെങ്കിൽ അയാൾ എനിക്ക് പറഞ്ഞിരുന്ന രീതി വേറെ ആയിരിക്കും. പക്ഷെ അതൊരു വേറെ റൈറ്ററിനെ വെച്ചിട്ട് എഴുതിയിട്ടാണ് തരുന്നതെങ്കിൽ ആ റൈറ്റർ എനിക്കത് പറഞ്ഞു തരുന്ന രീതി വേറെ ആയിരിക്കും. അതേ സ്ഥലത്ത് അവിടെ അതിൻ്റെ അത് പണിയെടുക്കുന്ന AD പറഞ്ഞു തരുന്നത് വേറെ ഇതിലായിരിക്കും. സോ അതെവിടെ നിന്നുള്ളതല്ലേ. നമ്മൾ ഇൻഡിവിജ്വൽസ് സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുന്നതുണ്ടാവുന്നുണ്ട്. പിന്നെ അതിനകത്ത് പൊലിപ്പിച്ച് കയറ്റൽ പരിപാടി വരുന്നത് അത് അയാളുടെ സ്വന്തം ജെന്യൂനിറ്റി, അയാൾ എത്ര ജെന്യൂൻ ആണെന്നുള്ള കാര്യത്തിന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ലൈക്ക് അത് അയാളുടെ ഓൺ പരിപാടി സാധനത്തിൻ്റെ ഉണ്ട്. അവനത് പൊലിപ്പിച്ച് പറയാം, പൊലിപ്പിക്കാതെയും പറയാം. കമ്മട്ടിപ്പാടവും കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ടേക്ക് വളരെ കുറച്ച് സിനിമ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ തിന്നുന്ന ജീവികള്, പോർച്ചെ അല്ലെ, പോർച്ചർ, പിന്നീട് അഞ്ചക്കൊക്കെ. ഈ ഒരു 5 പടങ്ങൾ രജിസ്റ്റേർഡ് ആണ്. അപ്പം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു സിനിമ കാണാൻ പോകാത്ത ആളാണ്, സിനിമ കണ്ടാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതായത് നമ്മൾ ചെറുതിലൊക്കെ അങ്ങനെ ഇരുന്നാ കാണുന്നത്, ഇപ്പൊ വരും, ഇടി വരും, തൊഴി വരും, നമ്മൾ അങ്ങനെ. പക്ഷെ പിന്നീട് നമ്മുടെ ആസ്വാദനം വേറൊരു ലെവലിലേക്കാവും കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ. ഇത് സിനിമയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടർ തേടി പിടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടോ? അതോ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കുള്ളതാണെങ്കിൽ എൻ്റെ വഴിയെ വരും എന്നാണ് ചിന്തിക്കുന്നത്? ക്യാരക്ടറിലൊക്കെ ചെയ്താൽ കൊള്ളാം എന്നുള്ള തോന്നലുകൾ നമുക്ക് വരും. ഇപ്പോൾ കാണുന്ന സമയത്ത് ആ ടൈപ്പ് ഓഫ് പരിപാടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലൈക്ക് എന്തായാലും ഇപ്പം നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്കൊരു സാധനം കിട്ടുന്ന പരിപാടിയാണ്, ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്ന പരിപാടി ഉണ്ടാവില്ലേ. ആദ്യം ലൈക്ക് ഇപ്പോൾ
ഇപ്പോൾ ലൈക്ക് ബ്രഹ്മയുഗത്തിൻ്റെ അകത്തൊക്കെ ലൈക്ക് മമ്മൂക്കേൻ്റെ ഒക്കെ പരിപാടി സാധനങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കറിയാം ചില ലൈക്ക് അവരുടെ മറ്റേ ചില പോയിന്റ് എത്തുന്ന സമയത്ത് ഈവൻ നമ്മളവിടെ ഇരുന്നിട്ട് അഭിനയിക്കാൻ തുടങ്ങും ഇവരെ കാണുന്ന സമയത്ത്. സോ ആ ഒരു കൈൻഡ് ഓഫ് പരിപാടി കിട്ടുള്ളൂ, അല്ലാണ്ട് മറ്റേ എനിക്ക് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ള സാധനത്തിലല്ല. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് പരിപാടിയാണല്ലോ നടക്കുന്നത്. ഒന്ന് നമ്മൾ ഓൾറെഡി നമ്മളെ മനസ്സിൽ കണ്ടിട്ട് എഴുതുന്ന പരിപാടി ഉണ്ടാവും, നമ്മളെ തന്നെ ഫിക്സ് ചെയ്തിട്ട് എഴുതുന്ന പരിപാടി ഉണ്ടാവും. ദെൻ അതല്ലാണ്ട് റാൻഡമായിട്ടൊരു ക്യാരക്ടറോടെ എഴുതിയിട്ട് അതിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് കൊണ്ടുവെക്കുന്ന പരിപാടി ഉണ്ടാവുമല്ലോ, ലാസ്റ്റ് മിനിറ്റിലൊക്കെ വന്ന ഈ 2 പരിപാടികളാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ ഈ ഒരു കാര്യം പറയാൻ പറ്റില്ല, ഓക്കെ ഇന്ന റോള് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വരുന്നത് ഇതാകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടുത്തെ അവസ്ഥ. നമ്മളിപ്പോൾ അതിനെ കൊമേഴ്ഷ്യലൈസ് ആയിട്ട് നിൽക്കുന്ന സമയത്തും ഇവിടുത്തെ മൂവി കൂടുതലും കൊമേഴ്ഷ്യലൈസ് ആണ്. ഇങ്ങനെയാണെങ്കിലും മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ മൂവീസിനെയാണ്, അല്ലാണ്ട് മറ്റേ ബാക്കി ഇതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്ന പോലെ ഈ പറയുന്ന മറ്റേ നമ്മുടെ സ്റ്റാർ വാല്യൂ സ്റ്റാർഡും പരിപാടി സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. സോ അപ്പോൾ ലൈക്ക് ഞാൻ വേണോ ഒരു പടത്തിൽ വേണമെന്ന് തീരുമാനിക്കുന്നത് ലൈക്ക് അതിൻ്റെ ആൾക്കാരായിരിക്കും, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഇവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞ സ്റ്റാർ വാല്യൂ സ്റ്റാർഡം എന്ന് പറഞ്ഞു ഇതൊരു പക്ഷേ മലയാളത്തിൽ പിന്നീട് മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ അത് പൊതുവെ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും കുറേ പുതിയ ആളുകളുടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകൾ പറയുന്ന. ഇപ്പം നമ്മൾ ഹോളിവുഡിലേക്ക് പോകണമെങ്കിൽ അപ്പോക്കലിപ്റ്റയും സിറ്റി ഓഫ് ഗോഡും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ആ സിറ്റി ഓഫ് ഈ അപ്പോക്കലിപ്റ്റയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു നായകന്മാർ ഒരാൾ പോലും അന്ന്. പക്ഷെ അതിന്റെ ഡയറക്ടർ മെൽ ഗിബ്സൺ മെൽ ഗിബ്സൺ അതിന്റെ ഡയറക്ടർ. അപ്പോക്കലിപ്റ്റ അതിന്റെ ഇതുണ്ട്, അന്ന് പുള്ളിക്കാരൻ ഹോളിവുഡിൽ ചെയ്തേക്കണ പോലെ ഇവിടെ ആരെങ്കിലും ചെയ്യും? ഇല്ല. അതിനുള്ള ധൈര്യം കാണിക്കുക. പുള്ളി ഓസ്കാർ കിട്ടുന്ന സ്ഥലത്ത് വന്നിട്ട് കാണിച്ചേക്കണ പരിപാടി ഇവിടെ ആരെങ്കിലും കാണിക്കുക? അല്ല, ഞാൻ ചോദിച്ചു സ്റ്റാർഡം സ്റ്റാർ വാല്യൂ അദ്ദേഹത്തിന് നോക്കാമായിരുന്നു, പക്ഷെ നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വി നീഡ് സമ്മൺ ഹൂ ഈസ് ഫ്രം ദാറ്റ് സൈഡ്. അപ്പോഴും നമുക്ക് അതേപോലത്തെ ഒരു ഏരിയയിൽ ഒരാൾ അവിടെ ഉണ്ട്. ഇപ്പൊ രാജീവേട്ടൻ അവിടെ ഉള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് കമ്മട്ടിപ്പാടത്തിൽ എനിക്ക് ഇത് വന്നത്. ഓക്കെ, രാജീവേട്ടൻ അവിടെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇവിടെ വിനായകൻ ചേട്ടനും അതിൻ്റെ അകത്തോടെ വരുന്നത്. രാജീവേട്ടൻ അല്ല എങ്കിൽ അവിടെ വിനായകൻ ചേട്ടൻ അല്ല അവിടെ വരിക. ഉല്ലാസമ്പൻ അർമോ ഇവർക്ക് അവരായത് കൊണ്ടിട്ടാണ് എസ്പെഷ്യലി ലുക്മാൻ അതിൻ്റെ നായകനാവുന്നത്. ഇത് കുറച്ച് കോൺട്രവേഴ്സ്യലായിട്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന സാധനം. ഇവർ എടുത്ത് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഒരു ഇടയിൽ ഉല്ലാസേട്ടൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അഞ്ചക്കൊള്ളക്കൊക്കെ കുറച്ചും കൂടി ഇന്നാകുന്നത്. അത് ഈ ഡയലോഗ് അത് പറഞ്ഞേക്കണേ ഏട്ടാ, ലൈക്ക് പുള്ളി ദേഷ്യത്തിൽ പറഞ്ഞു, അത് മറ്റേ വേറെ അവസ്ഥയിൽ പറഞ്ഞു. ലൈക്ക് ദേഷ്യത്തിൽ അത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അവിടുത്തെ ക്രൂവിലുണ്ടായിരുന്ന അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഒറ്റ ലൈക്ക് 1 ലൈൻ ആയിട്ടുള്ള സാധനങ്ങൾ പറയും. അതിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. സോ ബേസിക്കലി അവർക്ക് കുറച്ചധികം ആൾക്കാരെ പറ്റിച്ചിട്ടാണ് ഈ പടം ഇറക്കേണ്ടി വന്നത്. അതിന് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള സ്റ്റോറീസ് ഇതിൻ്റെ പുറകിലുണ്ട്. അതൊന്നും നമ്മൾ വെളിയിൽ അറിയിക്കുന്നില്ല. അത് വെളിയിലൊന്നും അറിഞ്ഞിട്ട് ആർക്കും യാതൊരു കാര്യമില്ല. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ന് മുതലാണ് ലുക്കു നമുക്ക് നായകനെ കിട്ടി തുടങ്ങിയത്? ഏത് പ്രൊഡക്ഷൻ ടീമാണ് അവനെ നായകനാക്കി കൊണ്ടുവന്നിട്ടുള്ളത്? പിന്നെ അതുമല്ലാണ്ട് പുള്ളിക്കാരൻ ക്യാരക്ടർ റോൾ ചെയ്തേക്കുന്നത് ഏത് നായകന്റെ കൂടെ അഭിനയിച്ചപ്പോൾ സമയത്താണ് പുള്ളിക്ക് അത്ര സ്പേസ് കിട്ടിയെന്ന് വരെ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് അറിയാം. അതിനുശേഷം രണ്ടാമത് അത് കഴിഞ്ഞിട്ട് ഏത് നായകൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴാണ് പുള്ളിക്ക് നായകൻ്റെ ഒപ്പം പുള്ളിനെ നിർത്തിയേക്കണം എന്നുള്ള കാര്യം അറിയാം. അതിൻ്റെ മുകളിൽ കയറി പുള്ളി സ്കോർ ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് അവസരം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അപ്പുറത്തെ ആദ്യ ടോമിനെ പോലത്തെ ഒരാൾ വേണം. അവിടെ അതുള്ളത് കൊണ്ടിട്ടാണ് ലുക്കിന് ഇപ്പുറത്ത് നിന്നിട്ട് നല്ല രീതിയിൽ അഭിനയിക്കാൻ കൊടുത്തേക്കണം. അവർക്ക് ആ സ്പേസ് ഇവിടെ കിട്ടുന്ന സാധനം നമുക്കിവിടെ അറിയാവുന്ന എന്തോരം സ്റ്റോറീസ് നമുക്ക് കേൾക്കാൻ പറ്റും. ലൈക്ക് പുതുതായിട്ട് വരുന്നൊരു ചെക്കൻ, അവൻ മറ്റൊരാളെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്നു, ഓൾറെഡി ഉള്ളവനേക്കാളും നിന്ന് അഭിനയിക്കുന്നു, വന്നിട്ട് മറ്റേ ലൈക്ക് ചൊറിയുന്ന പരിപാടിൻ്റെ ഒക്കെ ഇതൊക്കെ കാണുന്നു. ലൈക്ക് ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ വളരെ രീതിയിലുണ്ടല്ലോ ഇപ്പോഴത്തെ. പിന്നെ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തൊരു മൂവി ഉണ്ട്, അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ചെയ്ത പരിപാടിയുണ്ട് ബ്രോ. ലൈക്ക് ലിറ്ററലി അവർ വന്നിട്ട് ആൾ മേജർ ചീഫ് ഡയറക്ടറാണ്. മേജർ ഇപ്പോഴത്തെ നമ്മുടെ മേജർ ടീമുകളുടെ ലൈക്ക് സംഘടനയുടെ ഒക്കെ മുകളിൽ ഇരിക്കുന്ന ആളുടെ ചീഫ് അസോസിയേറ്റ്. പുള്ളി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കയറി വന്നേക്കുന്ന ലൈക്ക് അവിടെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഔട്ടാണ് മുഖ്യം. വാട്ടവർ അവിടെ എന്ത് തേങ്ങ ഉണ്ടായിക്കോട്ടെ, എന്ത് പരിപാടി അവിടെ ഉണ്ടായിക്കോട്ടെ, എന്തായാലും അന്ന് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്ന ഔട്ട് അല്ലെങ്കിൽ അന്ന് എടുക്കണമെന്ന് പറഞ്ഞ് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ഔട്ട് അവിടെ എത്തിയിരിക്കണം. ആ ഔട്ട് അവിടെ ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന് ലൈക്ക് ആലോചിക്കുക, എന്തിനാണ് യു ആർ ഗെറ്റ് ആൾക്കവിടെ പൈസ കിട്ടാൻ വേണ്ടുന്നുണ്ട്, ഹിസ് ഗെറ്റിംഗ് പെയ്ഡ് ദേ. പക്ഷെ ആൾക്ക് അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ആളുടെ ഈഗോ പരിപാടി സാധനങ്ങൾ മറ്റേതുണ്ട്.
ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രി ബ്രോ. അതിൻ്റെ അപ്പുറം ഇവിടെ ഇപ്പോഴും മറ്റേ ലൈക്ക് മറ്റെന്താ പറയാ, ഈ മറ്റേ സൗന്ദര്യ പണക്കം പോലത്തെ പരിപാടികളാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് നമുക്കത് മനസ്സിലാവും. നിങ്ങൾക്കത് ഒരു ഷൂട്ടിൽ സൈറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ലുക്മാൻ നായകനാകുന്നതിന് മുന്നേ ലുക്മാൻ ഇങ്ങനെ വന്നു, ലുക്മാൻ അഭിനയിച്ചു കഴിഞ്ഞപ്പം ഒരുപാട് കോണിൽ നിന്ന് ലുക്മാനെതിരെ ഇത് വന്നു, എന്താ ഇവനൊക്കെ ഒരു നായകനോ. അതായത് മലയാളത്തിൽ അങ്ങനെ ഒരു നായക സങ്കല്പം കാണികൾ ഉണ്ടാക്കിയെടുത്തതാണോ അതോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? ഇപ്പം ആ നായക സങ്കല്പത്തിനൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഇപ്പോഴാണ് മാറ്റങ്ങൾ വരുന്നതല്ല, നമ്മളത് അടിച്ചേൽപ്പിക്കുന്നതല്ലേ. ലൈക്ക് വി ഹാവ് ടു നമ്മളിപ്പം ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുകയല്ലേ. നിങ്ങൾ ഈ നായകനെ കൂടി കാണുക എന്നുള്ള അവസ്ഥയിലാണ് ഇത് നടക്കുന്നത്. അല്ലാണ്ട് അയ്യോ ഇങ്ങനെ നായകൻ ഉണ്ട് എന്നുള്ള അവസ്ഥയിലല്ല നമുക്ക് ഈ പടങ്ങൾ ഇറങ്ങുന്നത്. ഓക്കെ, അതിന് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളിപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നായകന്മാരെ ലൈക്ക് ഇതുവരെയുള്ള നായകന്മാരിൽ ലൈക്ക് കലാഭവൻ മണി എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി അല്ലാണ്ട് ബാക്കി നമ്മളിങ്ങനെ എടുത്ത് നോക്കിയോ, ആളുടെ വരെ കഥകൾ എടുത്ത് നോക്കിക്കോ, അതിൻ്റെ ത്രെഡ് എടുത്ത് നോക്കിയോ, ഫൈനലായിട്ടുള്ള ത്രെഡ് പരിപാടി സാധനം എടുത്ത് നോക്കിയോ, അതിലെല്ലാം കുഴപ്പമില്ലേ. ഇപ്പോഴത്തെ നായക സങ്കല്പത്തിന് കുഴപ്പമുണ്ട്. ആ സങ്കല്പത്തിൽ തന്നെ നമ്മൾ അതിനെതിരെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്ന ആളുടെ പടത്തിൻ്റെ കണ്ടന്റിൽ പ്രശ്നമുണ്ട്. സോ ഇത്രയും കാലം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകം തന്നെയായിരുന്നു. മറ്റേ വെറുതെ റാൻഡം ബുൾഷിറ്റ് പരിപാടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. ലൈക്ക് ഇത് അതങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് വരുന്നത് ഇപ്പം എന്താ പറയുക, ലൈക്ക് ഈവൻ ഇഫ് ഒരു സൂപ്പർ ഹീറോ പരിപാടി സാധനത്തിനകത്ത് ഇപ്പം മാർവലുകാർ തുടങ്ങി, DC-ക്കാർ തുടങ്ങി. ഇവർ തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു ഒരു സൂപ്പർ ഹീറോൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു, അവൻ്റെ ലുക്ക് എന്തായിരുന്നു, അവൻ്റെ സ്കിന്നിൻ്റെ കളർ എന്തായിരുന്നു, ഇതറിയായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഇത്രയും കാലം കഴിഞ്ഞിട്ട് മൈൽസ് മോറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പൈഡർമാനെ കിട്ടുന്നത്, ബ്ലാക്ക് ആയിട്ടുള്ള ഇതിനെ കിട്ടുന്നത്, അല്ലെങ്കിൽ ബ്ലൂ ബീറ്റിൽ എന്ന് പറഞ്ഞിട്ട് മെക്സിക്കോക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അവിടെ മറ്റേ പ്രോമിനൻ്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് DC ക്യാരക്ടേഴ്സ് ഇതിൻ്റെ അത് കൊണ്ടുവരുന്നത്. സോ ഈ ടൈമിൻ്റെ ഇതിനെല്ലാത്തിനും ലൈക്ക് ടൈമിനനുസരിച്ച് നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടേണ്ട സാധനം വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്റ്റാർ വാല്യൂ, പ്രൊഡക്ഷൻ. അത് സ്റ്റാർ വാല്യൂ പരിപാടി സാധനം എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിയിട്ട് കഴിഞ്ഞിട്ട് മനസ്സിലായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ നമ്മുടെ മേജർ സീനിയർ ആയിട്ടുള്ള നമ്മുടെ ആക്ടേഴ്സിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ വായിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരു സാധനം ഞാൻ കേട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് മറ്റേ ഡ്രോപ്പ് ഔട്ട് ചെയ്ത. സോ അതിൻ്റെ അകത്ത് നമ്മുടെ രണ്ട് മേജർ ഏരിയയിലുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് ആ സമയത്ത് ഏതൊരു മൂവീൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്യണം. സോ അപ്പോൾ ആദ്യം ആ പോസ്റ്റർ റിലീസ് ചെയ്യേണ്ടിരുന്നത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ യങ് ആയിട്ടുള്ള മേജറായിട്ട് നിൽക്കുന്ന ഒരു ആക്ടറിനെ വെച്ചിട്ടാണ് അവരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. സോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ലൈക്സ് ഉള്ളത്. ലൈക്കിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ലൈക്ക് നമ്മുടെ ലോക്ക്ഡൗണിന് തൊട്ട് മുന്നത്തെ സമയത്തൊക്കെ പുള്ളിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്കും പരിപാടി ഉള്ളത്. പുള്ളിനേക്കാളും ലൈക്കും ഷെയറും പരിപാടി അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നത് കുറവായിരുന്നു നമ്മുടെ സീനിയർ നടന്മാരുടെ കയ്യിൽ. അപ്പോൾ ഈ പോസ്റ്റർ ഇടണമെന്ന് പറഞ്ഞ സിനിമാക്കാർക്ക് ആ ടീം വന്നിട്ട് അവർ പറഞ്ഞു ഈ സീനിയർ ആയിട്ടുള്ള ആക്ടറിനെ വെച്ചിട്ട് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെ ശരിയാവും, ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക, പുള്ളിൻ്റെ പേജിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും ലൈക്കും കാര്യങ്ങളും കൂടുതലായിരിക്കും മറ്റേ എങ്ങായിട്ടുള്ള പുള്ളിൻ്റെ അവിടെ. ഞാൻ ഉദ്ദേശിച്ച കോണ്ടെക്സ്റ്റ് മനസ്സിലായി, ഇത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി. ഈ സ്റ്റാർഡം പരിപാടി സാധനം എന്തെങ്കിലും കാര്യമൊന്നുമില്ല. ഇപ്പുറത്ത് PRO വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കാം. സിമ്പിൾ ആസ് ദാറ്റ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം എന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ടീം പരിപാടി സാധനങ്ങൾ അപ്പുറത്തുണ്ട്. ഇതേ സാധനങ്ങൾ ഞാൻ മര്യാദയ്ക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്കും കൂടി ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഇവിടെ മറ്റേ നെഗറ്റീവ് വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അത് വിറ്റ് ജീവിക്കുന്നതൊക്കെ ഉണ്ട്. എല്ലാം വിറ്റിട്ടുള്ള പരിപാടിയാണല്ലോ സാധനം. സോ ഈ പറഞ്ഞ സ്റ്റാർഡം പരിപാടി സാധനത്തിൽ എനിക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരു സംശയമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പം മെയിൻ സ്ട്രീം പണ്ടെപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മലയാളത്തിൽ 2 മെഗാസ്റ്റാർസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഡേറ്റിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കഥകളും തിരക്കഥകളും അവരുടെ ഡേറ്റ് കിട്ടാനാണ് എല്ലാവരും നോക്കുന്നത്. അവരില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റുകൾ എഴുതുന്നത്. അവരില്ലെങ്കിൽ മാത്രം പ്രവീൺ മുന്നേ പറഞ്ഞ പോലെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഓരോ ക്യാരക്ടേഴ്സിനെ, ഓരോ ആളുകൾ വിജയിപ്പിക്കുക. എന്തുകൊണ്ടാവാം ഈ വരുന്ന ആളുകൾ പോലും, ഇപ്പം പ്രവീൺ ഒരു കഥ എഴുതിയാൽ പോലും പ്രവീൺ അതിൽ ഈ പറയുന്ന സ്റ്റാർസിനെ മാത്രം ഫിക്സ് ചെയ്ത് എഴുതേണ്ടി വരുന്ന എന്തുകൊണ്ടായിരിക്കും ഈ സിനിമാ മേഖലയിൽ? പൈസ, ബിസിനസ്, അല്ലാണ്ട് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഇവിടെ ആരാ ഇനി മറ്റേ സിനിമയോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ പടം ഇറക്കുന്നത്?
ഇവിടെ ആരും ഇറക്കുന്നില്ലല്ലോ. അങ്ങനെ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സിനിമയുടെ ഉള്ള ആ ഒരു രീതിയിലുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കിവിടെ ആരും പടം ഇറക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഔട്ട് ഓഫ് ദി പരിപാടിയായിട്ട് വന്നതിലൊക്കെ ഗഗനചാരി ഈ വക പരിപാടികൾ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ അവസ്ഥയിലല്ലേ നമുക്ക് കാണണം. അതല്ലാണ്ട് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഈ പറയുന്ന മേജർ ലീഡ് വെച്ചിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു മൂവി കാണുന്നുണ്ടോ? ഇല്ല. സോ ഈവൻ ഇഫ് നമുക്ക് ലൈക്ക് ബ്രഹ്മയുഗം എനിക്ക് തോന്നുന്നുള്ള 10 കൊല്ലം മുന്നേ ഇവിടെ ഇറക്കുമായിരുന്നു എന്നുള്ളത്. നമ്മളുടെ ഈ പറയുന്ന സോക്കോൾഡ് വേവ് തുടങ്ങിയ സമയത്തും ബ്രഹ്മയുഗം പോലത്തെ ഒരു പടം ഇവർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. മറ്റേ മോണോക്രോമിൽ ആരാ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആര് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ചിന്ത പോലും പോകില്ല, ആരും സമ്മതിക്കാനും കൂടി പോകുന്നില്ല. ഈ പറയുന്നത് തന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈസ് ഓൾ അബൌട്ട് ബിസിനസ്, മണി തന്നെ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെയുള്ളൂ. അതിൽ വന്നവരാണെങ്കിൽ ശരി, ഉള്ളവരാണെങ്കിൽ ശരി, പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ ശരി, ആകെ എല്ലാവരുടെയും മൈൻഡിൻ്റെ അകത്ത് ആകെ ഒരു കാര്യമുള്ളൂ മണി ഉണ്ടാക്കുക എന്നുള്ള കാര്യമുള്ളൂ. സോ ആ മണി ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് കുറച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറയണം ഓക്കെ നമുക്ക് അതിൻ്റെ ടോപ്പിലെത്തണം എന്നുള്ള കാര്യത്തിലെത്തണം. സെയിം പാറ്റേൺ തന്നെ ഇവിടെ നടക്കണം. നമ്മളിത് ഹോളിവുഡിൽ കണ്ടതാണല്ലോ, ബോളിവുഡിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലായിടത്തും കാണുന്നുണ്ട്. ആ സെയിം പാറ്റേൺ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ വലിയ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ റാപ്പ് സീൻ പരിപാടി സാധനം വന്നതാണെങ്കിലും ശരി, എന്താണോ ലൈക്ക് അമേരിക്കേൻ്റെ അവിടെ സംഭവിച്ചേക്കണം ആ സാധനം പരിപാടി ഇവിടെ വന്നേക്കണം. അവർ ഹോളിവുഡുകാരും മറ്റേ മീറ്റു സാധനം വിളിച്ചു, അതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് റൈറ്റേഴ്സ് സമരം ചെയ്യാൻ തുടങ്ങി, ദെൻ ഇവിടെ വരാൻ തുടങ്ങി. റൈറ്റേഴ്സിൻ്റെ പരിപാടികളെല്ലാം സംസാരിക്കും. ഇപ്പം നമ്മൾ ടെക്നീഷ്യന്മാരുടെ കുറിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ലൈക്ക് എന്തോരം പേര് പൈസ കിട്ടാതെയും മറ്റേ ഇത്രയും പറ്റിച്ച് ടെക്നീഷ്യന്മാരുടെ കാര്യമാണ്. സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി, മറ്റേ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവരുടെ എല്ലാവരുടെയും കാര്യം പറയുന്നുണ്ടല്ലോ. ഇതിലെല്ലാത്തിൻ്റെ അകത്തും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ഇതേപോലെ ഓരോരോ ആൾക്കാരുണ്ട്, ലൈക്ക് ടോപ്പ് ഓഫ് ദി സാധനത്തിൽ നിൽക്കുന്നവർ. സോ അവരറിയാണ്ട് ഒരു പരിപാടി നടക്കാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇറങ്ങുന്ന എല്ലാ മൂവിയുടെയും OTT റിലീസിന് ഒരു പുള്ളിക്കാരനും മറ്റേ ഇത് പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക? എവറി മൂവി ഇവിടെ OTT റിലീസാകുന്ന എല്ലാ മൂവിക്കും പുള്ളിക്ക് ഷെയർ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക? എന്തിനാ ഞങ്ങൾക്ക് കിട്ടണേ? പുള്ളി അതിൻ്റെ അകത്ത് ബന്ധമില്ലാത്ത പടത്തിൻ്റെ അകത്തുനിന്നൊക്കെ പുള്ളിക്ക് വരെ പൈസ കിട്ടുന്നത് ചെയ്യുമ്പോഴേക്കും ആലോചിച്ച് ഇവിടുത്തെ ബിസിനസ് എത്രയോളം നടക്കുന്നുണ്ടെന്ന്, എത്ര കോടി രൂപയുടെ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. നോബഡി നോസ് ദാറ്റ്. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആർക്കും അന്വേഷിക്കേണ്ട ഇതുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ അല്ല, സിനിമ ഒരു കാലത്ത് എൻ്റെയൊക്കെ ചെറുതിലെ കാണുന്ന നായകൻ ഒരു വില്ലൻ ഇടിക്കുന്നു, കുടുംബ പ്രശ്നം, ഇതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നായകൻ ആ കുടുംബ പ്രശ്നം തരണം ചെയ്യുന്നത്, പിന്നീട് വരുവാണെങ്കിൽ നായകനെ വില്ലൻ ഇടിച്ച് തറപ്പാക്കുന്നത്, അവൻ്റെ കുടുംബം, അവൻ്റെ പശ്ചാത്തലം. പിന്നീട് ഇങ്ങോട്ടേക്ക് ഇച്ചിരൂടെ റിയലിസ്റ്റിക് എന്ന് വിളിക്കുന്ന തലത്തിലേക്ക് ഒരു ബൂമിങ് ഉണ്ടാവുകയും കുറച്ചുകൂടെ സാധാരണക്കാരൻ്റെ ഇപ്പം പറഞ്ഞ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ, ഞാൻ വെച്ചാൽ അതിന് മുന്നേ പടങ്ങളുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്നൊരു സാധാരണ അതിലൊരു ഡയലോഗ് ഭഗത് പറയുന്നുണ്ട്, തീട്ടപ്പറമ്പെന്ന്. മറ്റേവൻ പറയുമ്പോൾ തീട്ടപ്പറമ്പെന്നൊക്കെ പറയുമ്പോൾ ഓഡിയൻസിന് അയ്യേ, അതായത് ഇങ്ങനെ പലരുടെയും ഈ മൂവി റിവ്യൂസ് ഒക്കെ റിവ്യൂ പറയുന്നവരല്ല, ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നവർ പറയുന്നത് അയ്യേ ഇത് റിയലിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എടുത്തു വെച്ചേക്കുന്ന എന്തൊക്കെ പടങ്ങളാ. മനസ്സിലായോ? എപ്പോഴും അവര് ഒരു കഥാപുസ്തകത്തിലെ നമ്മുടെ അരുന്ധതിയുടെ ഗോഡ് ഓഫ് മോൾ തിങ്സ് എന്ന് പറഞ്ഞ ബുക്കിനകത്ത് തന്നെ ഈ തീട്ടപ്പറമ്പിനെ കുറിച്ച് പറയുന്ന ഒരു ഇതാണ്. അതിന് ഇത് കിട്ടിയതാണ്, അവാർഡ് കിട്ടിയതാണ്. മനസ്സിലായോ? അപ്പൊ അവിടെയാണ് നമ്മൾ ഈ സിനിമയിൽ ഇത് പറയുമ്പോൾ ആളുകൾക്ക് ഡൈജസ്റ്റ് ആവാതെയും എന്തോ ഈ സിനിമ ഇങ്ങനെ തന്നെ കാലാകാലം നിൽക്കണം എന്ന് പറയുക. നമ്മളെപ്പോഴും ലൈക്ക് നമ്മൾ വളർന്നു വന്നേക്കുന്ന സാധനങ്ങൾ എപ്പോഴും നല്ലത് കാണുക, ലൈക്ക് ആ ഒരു സാധനം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ കണ്ടു വന്നേക്കുന്ന പടങ്ങളുടെ അകത്താണെങ്കിലും അതിൻ്റെ അകത്ത് അതിലെ നായകൻ അല്ലെങ്കിൽ നായിക അവരുടെ അച്ഛനമ്മ അവരുടെ ഒക്കെ ഡ്രസ്സ് ഇടുക, പരിപാടി ഇടുക, അത് വേറൊരു പരിപാടിയൊക്കെ നമ്മൾ കണ്ടു വളർന്നേക്കുന്നത്. ലൈക്ക് അതിൽ മറ്റിപ്പോൾ ലൈക്ക് ഭരതൻ്റെ മൂവീസിൻ്റെ അടുത്ത് അല്ലാണ്ട് ബാക്കി ഏത് ഡയറക്ടറിൻ്റെ മൂവിയിൽ ഇപ്പോൾ KG ജോർജ് അവരുടെയൊക്കെ അല്ലാണ്ട് വേറെ ഏത് ഡയറക്ടർമാരുടെ മൂവിയിലാണ് നമ്മൾ കുറച്ചെങ്കിലും മറ്റേ മിഡിൽ ക്ലാസ് ഫാമിലിനെ കാണിച്ചിട്ടുള്ളത്? താഴത്തേക്ക് പോകണ്ട, ഇവിടെ നിന്നാൽ മതി, മേളിലേക്ക് വരണ്ട. ഞാൻ മറ്റേ ദളിതരെ കുറിച്ച് നിങ്ങൾ പറയണം, മറ്റൊന്നും ഞാൻ പറയണില്ല. ലൈക്ക് ഇത് പറഞ്ഞാൽ മതി. ലൈക്ക് നമ്മൾ കിരീടത്തിൻ്റെ അകത്തല്ല മറ്റേ അതേപോലത്തെ ഒരു വീട്ടിൻ്റെ അകത്ത് മോഹൻലാൽ താമസിക്കണം നമ്മൾ കണ്ടേക്കുന്നത്. അതല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓലം മറഞ്ഞ പരിപാടി അല്ലെങ്കിൽ മൃഗയിരത്തൊക്കെ വേണം ഞാൻ കാണുന്നുണ്ട്. സാധനത്തിലൊക്കെ നമുക്ക് കാണാൻ കിട്ടുള്ളൂ.
ലൈക്ക് ആ ഒരു എസ്തെറ്റിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു എസ്തെറ്റിക്കിൽ നമ്മൾ അവരൊക്കെ വളരെ റെയറായിട്ടേ കണ്ടിട്ടുള്ള പരിപാടി സാധനമുള്ളൂ. അത് ലൈക്ക് ആ ഒരു റെയറുള്ള അവസ്ഥയിലുള്ള സാധനങ്ങൾ നമുക്കത് ഒരു പോയിന്റിൽ അതിൽ കൂടുതൽ നമ്മൾ കണ്ടിട്ടുമില്ല. അതിനേക്കാളും മേളിലാണ് അവരെ നമ്മൾ വെളിയിൽ കാണുന്നതും പരിപാടി കാണുന്നതും ഒക്കെ ഉള്ളത്. ഇപ്പോൾ ലൈക്ക് ബേസിക്കലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇൻസെക്യൂരിറ്റി പരിപാടി സാധനങ്ങൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ലൈക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടിരുന്ന ലൈക്ക് സ്ത്രീകളുടെ സൈഡിൽ നിന്നായിരിക്കുള്ളൂ മറ്റേ ഈ ഇൻസെക്യൂരിറ്റി കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടാണ്. ഇപ്പോൾ ഞാൻ ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു റീസൺ എന്താ, ഈ പറയുന്ന രീതിയിൽ ഈ ആൾക്കാരെ മറ്റേ നായകന്മാരെ നമ്മുടെ ഇവരെ കണ്ടിട്ടാണല്ലോ ഇവർ വളരുന്നത്. ലൈക്ക് ഇവർ വെളിയിൽ ഇറങ്ങുമ്പോൾ വൺ ടിപ്പ് ടോപ്പ് പരിപാടി, മറ്റേ തേങ്ങ മറിച്ചത് ഇത് മറിച്ച്, അപ്പുറത്താണെങ്കിൽ സ്ത്രീകൾ മറ്റേ 0 സൈസ് പരിപാടി, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യില്ല. ഒരു തുള്ളി മറ്റേ വണ്ണം കയറി കഴിഞ്ഞാൽ അത് പ്രശ്നം, പരിപാടി മറ്റേ ഇവിടെ ദേഹത്ത് എവിടെയെങ്കിലും രോമം ഉണ്ടെങ്കിൽ അത് പ്രശ്നം, ഇതെല്ലാം പ്രശ്നം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിലാണ് ഇവിടുത്തെ എന്താണ് ഈ പറയുന്നത്, ലൈക്ക് എന്താ ഇവരുടെ നമ്മൾ ഇങ്ങനെ ഇരുന്നുള്ള പടം കാണുന്നത്. അപ്പം ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ അവിടെ കാണുന്നവർ ആ ലുക്കിലല്ലേ നടക്കുന്നത്. സോ അത് വേണമെന്നുള്ള പരിപാടിയിട്ടല്ലേ നടക്കുകയുള്ളൂ. സോ സ്കൂളുകളിലാണെങ്കിലും ലൈക്ക് നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാം ലൈക്ക് ലിറ്ററലി വ്യത്യാസത്തോടെ നമുക്ക് കാണാം. അവിടെ മറ്റേ ഹൈ എൻഡ് ഷൂസ് ഇടുന്ന ചെക്കന്മാരുണ്ടാവും. ഓൺ റിലീസ് ആവുന്നതിനനുസരിച്ച് ഹൈ എൻഡ് ഷൂസ് ഇട്ട് നടക്കുന്ന ചെക്കന്മാരുണ്ടാവും. സോ ആ ഹൈ എൻഡ് ചെക്കൻ്റെ കയ്യിൽ നിന്ന് ഷൂസ് എത്തിക്കഴിഞ്ഞിട്ട് അടുത്ത 4 മാസം കഴിയുമ്പോഴേക്ക് ഈ പറയുന്ന ഏറ്റവും ലൈക്ക് ഇപ്പുറത്തെ മറ്റേ ഈ പറഞ്ഞ തെളിതായിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് താഴ്ന്ന ജാതിയിൽ നിന്ന് വരുന്ന ചെക്കന്മാരുടെ കയ്യിൽ ആ ഷൂ എത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്കൻ 4 മാസം പോയി പണിയെടുക്കണം, അല്ലെങ്കിൽ ഇവൻ പോയിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഇവിടെ നിന്ന് അടിച്ചു മാറ്റണം എന്തായാലും. കാരണം വെച്ചാൽ ഈ പറഞ്ഞ ടീമായിരിക്കുള്ള ആ സ്കൂളിലത്തെ ഏറ്റവും വലിയ മറ്റേ ഇത് നടക്കുന്ന ആൾക്കാർ. അവർക്കായിരിക്കുള്ള ഏറ്റവും ആൾക്കാർ നോക്കുന്നതും പരിപാടി സാധനങ്ങളുള്ളത്. ഇവരാരും നോക്കുന്നില്ല, ഇവർക്ക് വേണ്ടുന്ന അറ്റൻഷൻ വേണം ഇവർക്ക്, ഇവരെയും കാണണം എന്നുള്ള പരിപാടിയുള്ള സാധനം. അപ്പോൾ അവരതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളെല്ലാം നോക്കും.